JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ജൂൺ 7-ാം തീയതി വരെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായി സഞ്ചരിക്കുമ്പോൾ ഇടവൻ രാശിക്കൂറുകാരായ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ജനിച്ചവർക്കും അതുപോലെ തന്നെ ഇടവൻ രാശി ലഗ്നമായി ജനിച്ചവർക്കും ഈ കാലയളവിൽ ഉണ്ടാകുന്ന ഗുണദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനി മാറി 11-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ വ്യാഴം മെയ് പകുതി മുതൽ ജന്മരാശിയിൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക്, അതായത് മിഥുനത്തിലേക്ക് മാറും. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശാധിപനായ ശുക്രൻ 11-ാം ഭാവത്തിൽ ഉച്ചത്തിൽ സഞ്ചരിച്ച് മെയ് 31-ന് 12-ാം ഭാവമായ മേടത്തിലേക്കും വരും. പൊതുവെ നോക്കുമ്പോൾ ഇടവൻ രാശിക്കാരുടെ നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം. നീചത്തിലാണെങ്കിലും ചൊവ്വ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതും അത്ര വലിയ ദോഷമൊന്നും പറയാനില്ല. 7-ാം ഭാവാധിപനായ ചൊവ്വ നീചത്തിൽ വന്നത് ദാമ്പത്യ സുഖം കുറയ്ക്കും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ മാർഗസ്ഥാനം കൂടിയായ 7-ാം ഭാവം കാര്യസാധ്യത്തിന് വേണ്ടി ഏതു മാർഗത്തെയും സ്വീകരിക്കാം എന്ന ഒരു സൂചനയും നൽകുന്നുണ്ട്. കാരണം 7-ാം ഭാവാധിപനാണ് ചൊവ്വ. ആ ചൊവ്വയാണ് നീചത്തിൽ നിൽക്കുന്നത്. ഇടവൻ രാശിക്കാർക്ക് 3-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിലായാലും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായും ഭൂമി സംബന്ധമായും ഉള്ള കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനും മോശമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റമൊക്കെ വരാനുള്ള സാഹചര്യവും ഉണ്ടാകും. ചില സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ കൂട്ടു ബിസിനസ്സും ഷെയർ മാർക്കറ്റും അത്ര വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. നേരത്തെ ഉള്ളതിൽ നിന്ന് എന്നാൽ മെച്ചം ഉണ്ടാവുകയും ചെയ്യും. പലതരത്തിലുള്ള ചിലവുകളും സാമ്പത്തികമായ അധിക ചിലവുകൾക്കും ഒരു മാറ്റം വരും. അതായത് നേരത്തെ അപ്രതീക്ഷിതമായ പല ചിലവുകളും സാമ്പത്തികമായ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനൊക്കെ ഒരു മാറ്റം വന്ന് സുഖ സൗകര്യങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും വിദേശയാത്ര, ജോലി, പഠനം മുതലായവയ്ക്കുമായിട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാനും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനുമൊക്കെ ഈ സമയത്ത് സാധിക്കും എന്നതാണ് ഇടവൻ രാശിക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെയും ആലോചിക്കാതെയും ഉണ്ടായ ചില അധിക ചിലവുകൾ, ചില നഷ്ടങ്ങളുമൊക്കെ തന്നെ അതൊരു മാറ്റം വരുന്നത് ഏതാണ്ട് മെയ് പകുതിയോടുകൂടിയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാവുന്ന ഒരു സമയം വരുന്നത്. സാമ്പത്തിക വരുമാനം വർദ്ധിക്കും. തൊഴിൽപരമായി ഉണ്ടായിരുന്ന രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തും. സാമൂഹിക ബന്ധങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തും. മറ്റുള്ളവരെ കൂടി കർമ്മമേഖലയിൽ ഉൾപ്പെടുത്തി ലാഭമുണ്ടാക്കാൻ ശ്രമിക്കും. സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടും. നേരത്തെ കൂടെ നിന്ന് സഹായിച്ചവർ, എന്തിനും ഒപ്പമുണ്ടായിരുന്നവർ ഈ ജൂൺ മാസം മുതൽ അതൃപ്തി തോന്നി അവർക്കെന്തോ ചില അകൽച്ചയൊക്കെ ഉണ്ടായി പലരും അകന്നു പോകാനുള്ള സാധ്യതയും വരും. സ്വഭാവത്തിലും പ്രവൃത്തിയിലുമൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരും. അത് ഏതു വിധത്തിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തും. സാമ്പത്തികമായിട്ടൊക്കെ അത്തരത്തിൽ മെച്ചമുണ്ടാവുകയും ചെയ്യും. അന്യദേശക്കാർ, അതുപോലെ അന്യമതക്കാർ, താഴ്ന്ന ജീവനക്കാർ, തൊഴിലാളികൾ, ഇവരെയൊക്കെ ഉപയോഗിച്ച് കർമ്മരംഗം പുഷ്ടിപ്പെടുത്തി കുടുംബത്തിനും കൂടി മെച്ചമുണ്ടാകുന്ന തരത്തിലുള്ള സാമ്പത്തിക ലാഭമുണ്ടാക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിർമ്മാണ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നവർക്കും സാമ്പത്തികമായ വലിയൊരു മെച്ചമാണ് ഉണ്ടാകുന്നത്. ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊക്കെ മാറി സാമ്പത്തികമായും തൊഴിൽപരമായും ഒരു മെച്ചമുണ്ടാകുന്ന ഒരു നല്ല കാലത്തിലേക്ക് മാറുകയാണ്. സർക്കാർ സംബന്ധമായ ജോലിക്ക് സാധ്യതയുള്ളവർക്ക് അതിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സമയം കൂടിയാണ്. സർക്കാർ തലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷനും അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റവും
പഴയതിൽ നിന്ന് ബുദ്ധിമുട്ട് കുറഞ്ഞ തരത്തിലുള്ള ചില ജോലികളും അതുപോലെ തന്നെ വകുപ്പ് മാറ്റവുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വരാം. ചിലർക്ക് പ്രമോഷനും വരാം. അതുപോലെ ഭൂമി സംബന്ധമായ വിഷയത്തിൽ തർക്കവും കേസും ഒക്കെ നിലനിന്നിരുന്നവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സമയം കൂടിയാണ്. കുറേ കാലമായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ഒരു ആലോചന കൂടി വരുന്ന സമയമാണ്. യാദൃച്ഛികമായി ഏതെങ്കിലും വിധത്തിലൊക്കെ പണം കയ്യിൽ വന്ന് കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ക്ലെയിം ഒക്കെ കേസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, MSCT അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർ, പൂർവിക സ്വത്ത് കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർ, അതുപോലെ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ കിടന്ന പണം നമ്മൾ നോമിനിയായിട്ടൊക്കെ ഉള്ളവർ, ഇങ്ങനെയൊക്കെ പല വഴിയിലൂടെയും സാമ്പത്തികമായ ഒരു മെച്ചം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബുദ്ധിമോശം മൂലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ചില വസ്തുവകളോ അതുപോലെ സാമ്പത്തിക നഷ്ടമോ ഒക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടാനും അതൊക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു അവസരവും ഈ സമയത്ത് വരാം. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചില വിഷമതകളൊക്കെ മാറി പഠനത്തിലും തൊഴിൽപരമായ കാര്യത്തിലുമൊക്കെ മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടിനും പ്രയാസങ്ങൾക്കും ഒരു മാറ്റം വന്ന് ജീവിതത്തിൽ കുറേ മെച്ചം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയമാണിത്. ഈ പറഞ്ഞ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോഴത്തെ ദശാപഹാരവും നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതിയും, ചൊവ്വ നീചരാശിയിലാണെങ്കിൽ നീചഭംഗമോ ഇഷ്ടഭാവസ്ഥിതിയോ ഏതെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് ജാതകത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ദശാപഹാരങ്ങളിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റമായിരിക്കും ഈ സമയത്തുണ്ടാവുക. മറിച്ച് ജാതകത്തിലെ സമയവും അതുപോലെ തന്നെ ദശാപഹാരങ്ങളും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമൊക്കെ അല്പം മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് ഒരുപാട് മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ജീവിതത്തിന് ചെറിയ മാറ്റമൊക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മെയ് പകുതിയോടുകൂടിയാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് ഒരു സാമ്പത്തികമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. കാരണം 11ാം ഭാവാധിപൻ കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.